ഗൈസ്, ഇത് ലുലുവിലെ പൂക്കള മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. അങ്ങനെ ഇത്തവണ മല്ലു ഫാമിലിയിൽ കുവൈറ്റ് എന്ന പേരിൽ ഞങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും രജിസ്ട്രേഷൻ അവർ ആക്സെപ്റ്റ് ചെയ്തു. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്നറിയില്ല. നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു, നമ്മളെ സെലക്ട് ചെയ്തു. അപ്പം അങ്ങനെ വന്ന് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. ഒരു ടാഗെല്ലാം തന്നു. ഞങ്ങൾ 4 പേരായിരുന്നു ടീമിലുള്ളത്. ഒരു ടീമിൽ 4 ആളാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ 4 പേര് ടീമിലുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ ഇതുപോലൊരു ബോർഡ്, മല്ലു ഫാമിലി ഇൻ കുവൈറ്റ് എന്നൊക്കെ എഴുതി ഓരോ ടീമിൻ്റെയും പേരെഴുതിയൊരു ബോർഡ് നമ്മുടെ പൂക്കളിരുന്ന തറയുടെ മുകളിലായിട്ട് വയ്ക്കും. അപ്പം അങ്ങനെ 15 ടീമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി ഓണത്തിൻ്റെ പരിപാടികൾ ഭയങ്കര അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൽ പ്രോഗ്രാമെല്ലാം നടക്കുന്നുണ്ട്. ഡാൻസ്, പാട്ട്, അങ്ങനെ മത്സരങ്ങൾ വേറെ ഉണ്ടായിരുന്നു. സിംഗറുടെ മത്സരം ഉണ്ടായിരുന്നു, പായസ മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ പല പല മത്സരങ്ങൾ ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പൂക്കള മത്സരത്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് കിട്ടുകയും ചെയ്തു. പിന്നെ ചെണ്ടമേളവും പുലികളി, മാവേലിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഒരു നല്ലൊരു വൈബായിരുന്നു. ഭയങ്കര സൂപ്പർ വൈബായിരുന്നു. എല്ലാവരും വളരെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ തവണ പോയപ്പോൾ ഇതുപോലെ തന്നെ പ്രോഗ്രാംസ് എല്ലാം കണ്ടിരുന്നു. അപ്പോൾ ഈ പൂക്കള മത്സരത്തിൻ്റെ നടക്കുന്ന കണ്ടപ്പോഴത്തേക്കും അന്നൊരാഗ്രഹം തോന്നിയായിരുന്നു. അപ്പോൾ അതായത് ലുലു നമുക്ക് ലുലു തരും, നമുക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പോൾ അത് വെച്ച് നമ്മൾ പൂക്കള ഇടണം. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്കും അത് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി. ഇപ്രാവശ്യം പരസ്യം വന്ന ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്തു. എനിവേ അവർ രജിസ്ട്രേഷൻ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ 15 പേര് സെലക്ട് ചെയ്തതിലൊന്നും നമുക്ക് കിട്ടി, നമ്മളായിരുന്നു. അപ്പം അങ്ങനെ പൂക്കളത്തിൻ്റെ ഇടാനുള്ള സമയം വന്നു. 4:30 ടൈം പറഞ്ഞിരുന്നത്. 4:30 എന്നുള്ളത് 4:45 ആയപ്പോഴത്തേക്കും അവർ പൂക്കളെല്ലാം കൊണ്ട് തന്നു. ഒരു വലിയ ബാഗ് നിറയെ പൂക്കൾ. അപ്പോൾ ആദ്യം അതെല്ലാം സെപ്പറേറ്റ് ചെയ്തു, പൂക്കളെല്ലാം സെപ്പറേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ രമേശ് ചേട്ടൻ ആ നേരം കൊണ്ട് പൂക്കളത്തിനുള്ള ഡിസൈൻ ചേട്ടനാണ് വരച്ചത്. അപ്പോൾ അത് വരച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പൂക്കൾ അരിഞ്ഞില്ല, പൂക്കൾ അതേപോലെ തന്നെ നിർത്തിക്കൊണ്ടായിരുന്നു പൂക്കളെ ഇട്ടത്. അപ്പോൾ നമ്മൾ ഇട്ട ഒരു പൂക്കളം എന്നുള്ള രീതിയിൽ തന്നെ ഇട്ടു. പക്ഷേ ജഡ്ജസിൻ്റെ അവർ പറയുന്നത് അതായത് പൂക്കൾ അരിഞ്ഞിട്ട് ബാക്കി ഒരുപാട് എല്ലാവരും തന്നെ അരിഞ്ഞാണ്, പൂക്കൾ അരിഞ്ഞിട്ടാണ് ഇട്ടത്. നമ്മളത് അരിയാൻ പോയില്ല, നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രീതി അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞിട്ടാൽ ഫിനിഷിങ് കുറയും. അപ്പോൾ സംഭവം ഡിസൈനൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു അടിപൊളിയായിട്ട് ഓണത്തിൻ്റെ തലേ ദിവസം ഒന്ന് ആഘോഷിച്ചു. അങ്ങനെ പിരിഞ്ഞോടും.